ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇവിടുത്തെ ഒരു ഇലക്ട്രോണിക് കടയിലോട്ട് പോവുകയാണ്. ഡാഷ് ക്യാമറ വാങ്ങിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. ഡാഷ് ക്യാമറ എന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിക്കകത്ത് വെക്കുന്ന ക്യാമറ. ഈ ക്യാമറ വണ്ടിക്കകത്ത് നമ്മുടെ മുന്നിലും പുറകിലും പിന്നെ അതിൻ്റെ അകത്തും എല്ലാം റെക്കോർഡ് ചെയ്യും. പിന്നെ നമ്മുടെ വണ്ടിയിൽ ആരെങ്കിലും തൊട്ടാലോ എന്തെങ്കിലും എന്തുവാണേലും നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ എന്തെങ്കിലും പറ്റിയാലോ ആരെങ്കിലും വന്ന് നമ്മുടെ വണ്ടിയിൽ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങിയാലോ ഒക്കെ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഒരു ഐഡിയ ഇന്നലെ എനിക്ക് രാത്രി തോന്നി, എന്തുകൊണ്ട് എൻ്റെ വണ്ടിക്കകത്തൊരു ക്യാമറ വാങ്ങിച്ച് വെച്ചുകൂടാന്ന്. അതിന് പ്രകാരമാണ് ഞാൻ ഇന്ന് രാവിലെ ഈ ക്യാമറ വാങ്ങിക്കാൻ വേണ്ടി ഇലക്ട്രോണിക് കടയിലേക്ക് പോകുന്നത്. അങ്ങനെ ഇതൊരു വലിയ കടയാണ്. അങ്ങനെ ഓരോ സെക്ഷനും ഇങ്ങനെ പാസ് ചെയ്ത് പോവുകയാണ്. ഈ ഡാഷ് ക്യാമറ ഇരിക്കുന്നത് ആ കടയുടെ ഏറ്റവും ലാസ്റ്റ് സെക്ഷനിലാണ്. അങ്ങനെ ഞങ്ങൾ ചോദിച്ച് എവിടെയാണ് ഇതിരിക്കുന്നതെന്ന് പറഞ്ഞതിന് പ്രകാരം അങ്ങോട്ട് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ നമുക്കിഷ്ടമുള്ള പ്രൈസിന് നമുക്ക് ഈ ക്യാമറ വാങ്ങിക്കാം. നല്ല ഉപകാരം തന്നെയാണ്. ഇതുവരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും എൻ്റെ വണ്ടിയിൽ വന്നിട്ടില്ല. എന്നാലും നമുക്ക് വരത്തില്ലെന്ന് പറയാനൊന്നും നോക്കത്തൊന്നുമില്ല. അതുകൊണ്ട് അങ്ങ് വാങ്ങിച്ച് വണ്ടിയെ വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പല കമ്പനിയുടെ ഉണ്ട്, അതുപോലെ തന്നെ പല പ്രൈസിൻ്റെ ഉണ്ട്. നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ അവരവരുടെ കയ്യിൽ ഒതുങ്ങുന്ന പോലെ അവരവർക്ക് ചൂസ് ചെയ്തെടുക്കാം. ഇവിടെ കുറച്ച് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ബോക്സിനകത്ത് ആ ഗ്ലാസ് ഷെൽഫിനകത്തും വെച്ചിട്ടുണ്ട്. അത് അവർ വന്ന് തുറന്നു തന്ന് നമുക്ക് എടുത്തു തരണം. അങ്ങനെ ഞങ്ങൾ ഒരെണ്ണം ചൂസ് ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് വിലയുടെ ഒന്നുമല്ല ഞാൻ എടുത്തിരിക്കുന്നത്. $200 ഒരു പിന്നെ ഡാഷ് ക്യാമറയാണ് ഞാൻ വാങ്ങിച്ചത്. എല്ലാം തന്നെ അതിനകത്ത് റെക്കോർഡ് ചെയ്യും. ബാക്കിലും ഫ്രണ്ടിലും എല്ലാം തന്നെ അതിനകത്ത് മുഴുവൻ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഡാഷ് ക്യാമറയാണ് ഞാൻ എടുത്തത്. അങ്ങനെ ക്യാമറ വാങ്ങിച്ചു. ഞാൻ പുറത്തിറങ്ങി. ഇതാണ് ഈ ഒരു കമ്പനിയുടെ ഡാഷ് ക്യാമറയാണ് ഞാൻ വാങ്ങിച്ചത്. ഇനി ഇത് വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം. വണ്ടിയിൽ ഫിറ്റ് ചെയ്തത് കൂടാതെ നമ്മുടെ ഫോണിനകത്തും അതിൻ്റെ ആപ്പ് എടുത്ത് അതിനകത്ത് ഇത് സെറ്റ് ചെയ്ത് വെക്കണം. നമ്മൾ ബ്ലൂടൂത്തൊക്കെ നമ്മുടെ വണ്ടിയിൽ പിന്നെ സെറ്റാക്കുന്ന പോലെ തന്നെ ഇതും നമ്മുടെ ഫോണിൽ സെറ്റാക്കി വെക്കണം. അപ്പോഴാണ് വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്ത് നമ്മുടെ ഫോണിനകത്ത് സേവ് ചെയ്ത് കിടക്കും. നമുക്ക് ആവശ്യമുള്ളത് എടുക്കാം, നമുക്ക് വേണ്ടിയപ്പോൾ എടുക്കാം. അങ്ങനെ കടയുടെ ഫ്രണ്ടിലുള്ള പാർക്കിംഗ് ലോട്ടിൽ വെച്ച് തന്നെ നമ്മുടെ ക്യാമറ ഫ്രണ്ടിൽ ഫിറ്റ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ക്യാമറ. അതുപോലെ തന്നെ പുറകിലത്തെ ഗ്ലാസ്സിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വീട്ടിലോട്ട് പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് പുറകിലത്തെ ക്യാമറ കിട്ടിയിട്ടില്ല. പുറകിൽ ഇതുപോലെ ക്യാമറ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഫ്രണ്ടിലുള്ള ക്യാമറയാണ്, ഫ്രണ്ടിലത്തെ ഗ്ലാസ്സിലുള്ള ക്യാമറയാണ് കാണുന്നത്. എല്ലാം തന്നെ അകത്തും പുറത്തും ഉള്ളതൊക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫോണിൽ സേവും ചെയ്യും. അങ്ങനെ ഇതിൻ്റെ ക്യാമറയാണ് വണ്ടിക്കകത്ത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഇത് വെച്ചിരിക്കുന്നത്. കണ്ട് ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. വണ്ടിക്ക് അകത്തുള്ളതും പിന്നെ പുറത്തുള്ളതും ഇത് റെക്കോർഡ് ചെയ്യും. ഇത് നമ്മൾ ബാക്കിലത്തെ ഗ്ലാസ്സിലാണ് ഇത് ഫിറ്റ് ചെയ്തിരിക്കുന്നത്, മറ്റേത് ഫ്രണ്ടിൽ. ഈ ഒരു പേരുള്ള ക്യാമറയാണ്, ഡാഷ് ക്യാമറയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. പല വിലയുടെ ഉണ്ട്, പല കമ്പനിയുടെ ഉണ്ട്. അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങിക്കാം. ഞാൻ വാങ്ങിച്ച ഈ ക്യാമറയുടെ വിലയെന്ന് പറയുന്നത് ടാക്സ് സഹിതം $200 അതൊക്കെ നമ്മുടെ ഇഷ്ടം, ഏത് വാങ്ങിക്കണമെന്നുള്ള. പക്ഷേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇതെല്ലാം ആവശ്യമാണ്. ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഇരിക്കട്ടെ ഒരെണ്ണം നമ്മുടെ വണ്ടിക്കകത്തും. അങ്ങനെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്യാമറ വാങ്ങിക്കാൻ പോയതും വണ്ടിയിൽ ഫിറ്റ് ചെയ്യുന്നതും ഒക്കെയായ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.